ഹലോ, ഞാൻ എടുക്കാൻ പോകുന്നത് BA-BSc സെക്കൻഡ് സെമസ്റ്റർ ഓഡിറ്റ് കോഴ്സായിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ 4th പാർട്ട് വീഡിയോ ആണ്. ഇതിനകത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 301ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 301ാമത്തെ ക്വസ്റ്റ്യൻ, ദ മേജർ എഫക്ട്സ് ഓഫ് ഫ്ലൂട്ട്സ് ആർ ആൻസർ വരുന്നത് ഡി ആണ്. ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മേജർ മാൻമെയ്ഡ് കോസ് ഓഫ് ഫ്ലൂട്ട്സ് ആർ. മേജർ മാൻമെയ്ഡ് കോസ് ഓഫ് ഫ്ലൂട്ട്സ് എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബോവ് ആണ്. ബേസ്റ്റിംഗ് ഓഫ് ഡാം, സിൽട്ടേഷൻ, ഡിഫോറസ്റ്റേഷൻ, ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. കോസ് ഓഫ് ഫ്ലൂട്ട്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്ലേസ് ഓഫ് ഒറിജിൻ ആൻഡ് എർത്ത് ഈസ് കോൾഡ്. ദ പ്ലേസ് ഓഫ് ഒറിജിൻ ആൻഡ് എർത്ത് ഈസ് കോൾഡ് ആൻസർ എ ആണ് വരുന്നത്, ഫോക്കസ്. ഒറിജിൻ ഓഫ് എർത്ത് എന്ന് പറയുന്നത് ഫോക്കസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പോയിന്റ് അറ്റ് വിച്ച് എ ഫോൾട്ട് ഫസ്റ്റ് റപ്ചേഴ്സ് ഇൻ ദ എർത്ത് ഈസ് കോൾഡ്. The point at which a fault first rupture in earth is called പോസെൻറ്റർ. പോസെൻറ്റർ എന്നാണ് കേട്ടോ പറയുക. പോസെൻറ്റർ ആണ്. ഫോൾട്ട് ഫസ്റ്റ് റപ്ചേഴ്സ് ഇൻ എർത്ത് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആൻസർ കൊടുക്കേണ്ടത് പോസെൻറ്റർ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ പോയിന്റ് ഇൻ എർത്ത് ഫ്രം വിച്ച് സീസ്മിക് വേവ് സ്പ്രെഡ് ഔട്ട് ഇൻ ഓൾ ഡയറക്ഷൻ. ഏത് പോയിൻ്റാണ് ഇൻ എർത്ത് ഫ്രം വിച്ച് സീസ്മിക് വേവ് സ്പ്രെഡ് ഔട്ട് ഓൾ ദ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? എ ആണ് ആൻസർ വരുന്നത്. എർത്ത് ക്വേക്ക് ഫോക്കസ് എന്നതാണ്. എർത്ത് ക്വേക്കിൻ്റെ ഫോക്കസിൽ നിന്നുമാണ് സ്പ്രെഡ് ആകുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ പോയിന്റ് ഓഫ് ദ എർത്ത് സർഫസ് ഡയറക്ട്ലി അബവ് ദ പോയിന്റ് വെൻ ആൻ എർത്ത് ക്വേക്ക് ഒക്കേഴ്സ് ഈസ് കോൾഡ്. ആൻസർ വരുന്നത് എപ്പി സെൻറ്റർ ആണ്. ദ പോയിന്റ് ഇൻ ദ എർത്ത് സർഫസ് ഡയറക്ട്ലി അബവ് ദ പോയിന്റ് വരെ എർത്ത് ക്വേക്ക് ഒക്കേഴ്സ് ഈസ് കോൾഡ്. എർത്ത് ക്വേക്ക് ഒക്കെ ചെയ്യുന്ന ആ ഒരു പോയിന്റ്, ജസ്റ്റ് ഒരു അബവ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് എപ്പി സെൻറ്റർ ആണ് കേട്ടോ. എപ്പി സെൻറ്റർ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ പോയിന്റ് വിത്തിൻ ദ എർത്ത് വേർ എർത്ത് ക്വേക്ക് ജനറേറ്റഡ് ഈസ് കോൾഡ്. ദ പോയിന്റ് വിത്തിൻ ദ എർത്ത് വേർ എർത്ത് ക്വേക്ക് ജനറേറ്റഡ് എന്ന് പറയുന്നത് ഫോക്കസ് ഓഫ് ഹൈപ്പോ സെൻറ്റർ ആണ് കേട്ടോ. ഫോക്കസ് ഓഫ് ഹൈപ്പോ സെൻറ്റർ ആണ്. ദ പോയിന്റ് വിത്തിൻ ദ എർത്ത് വേർ എർത്ത് ക്വേക്ക് ജനറേറ്റഡ് ഈസ് കോൾഡ് ഫോക്കസ് ഓഫ് ഹൈപ്പോ സെൻറ്റർ കേട്ടോ. ഫോക്കസ് ഓഫ് ഹൈപ്പോ സെൻറ്റർ ആണ് കേട്ടോ. ജനറേറ്റ് ചെയ്യുന്ന എർത്ത് ക്വേക്ക് ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ്, അതിനെ ഫോക്കസ് ഓഫ് ഹൈപ്പോ സെൻറ്റർ എന്നാണ് പറയുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രൈമറി റിസൾട്ട് ഓഫ് എർത്ത് ക്വേക്ക്. പ്രൈമറി റിസൾട്ട് ഓഫ് എർത്ത് ക്വേക്ക് എന്ന് പറഞ്ഞാൽ ഓൾ ഓഫ് ദ എബോവ് ആണ് കേട്ടോ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോബിൾ മാക്സിമം ഫ്ലൂഡ് എന്ന് പറയുന്നത് ആൻ എസ്റ്റിമേഷൻ ഓഫ് ദ ലാർജസ്റ്റ് പോസിബിൾ ഫ്ലൂഡ് ദാറ്റ് കുഡ് ഒക്വർ അറ്റ് എ പെർട്ടിക്കുലർ ലൊക്കേഷൻ ഉണ്ടോ. ആൻ എസ്റ്റിമേഷൻ ഓഫ് ദ ലാർജസ്റ്റ് പോസിബിൾ ഫ്ലൂഡ് ദാറ്റ് കുഡ് ഒക്വർ അറ്റ് എ പെർട്ടിക്കുലർ ലൊക്കേഷൻ, അതാണ് ആൻസർ വരുന്നത്. ഓക്കെ, പ്രോബിൾ മാക്സിമം ഫ്ലൂട്ട്സ് എന്ന് പറയുന്നത് എ ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് അവൽഷൻ കോസസ് ആൻസർ വരുന്നത് ഫോർമേഷൻ ഓഫ് എ ന്യൂ കോഴ്സ് ഫോർ ദ റിവർ ചാനലാണ്. ഫോർമേഷൻ ഓഫ് എ ന്യൂ കോഴ്സ് ഫോർ എ റിവർ ചാനൽ, അതാണ് പ്രോസസ് ഓഫ് അവൽഷൻ കോസസ്. പ്രോസസ് ഓഫ് അവൽഷൻ കോസസ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് എ ന്യൂ കോഴ്സ് ഫോർ എ റിവർ ചാനലാണ് കേട്ടോ. ഫോർമേഷൻ ഓഫ് എ ന്യൂ കോഴ്സ് ഫോർ എ റിവർ ചാനലാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് അവൽഷൻ ഈസ് കോസ്ഡ് ബൈ. പ്രോസസ് ഓഫ് അവൽഷൻ കോസ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ബിൽഡപ്പ് ഓഫ് സെഡിമെൻറ്റ് ഇൻ ദ റിവർ ചാനലാണ്. ബിൽഡപ്പ് ഓഫ് സെഡിമെൻറ്റ് ഇൻ ദ റിവർ ചാനലാണ് കോസ് ചെയ്യുന്നത്. ബിൽഡപ്പ് ഓഫ് സെഡിമെൻറ്റ് ഇൻ ദ റിവർ ചാനൽ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സഡൻ റിലീസ് ഓഫ് ഹോട്ട് മെറ്റീരിയൽസ്. ദ സഡൻ റിലീസ് ഓഫ് ഹോട്ട് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ലാവ, ആഷ്, ഗ്യാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ദ സഡൻ റിലീസ് ഓഫ് ഹോട്ട് മെറ്റീരിയൽസ് ലൈക്ക് ലാവ, ആഷ്, ഗ്യാസ് ഇങ്ങനെയുള്ളത് ഫ്രം വോൾക്കാനോസ് ഈസ് കോൾഡ്. വോൾക്കാനിൽ നിന്ന് ഇങ്ങനെ വരുന്ന ഈ സംഭവങ്ങൾ നമ്മൾ എന്താ പറയുക? വോൾക്കാനിക് ഇറപ്ഷൻ എന്നാണ് പറയുക. വോൾക്കാനിക് ഇറപ്ഷൻ എന്നാണ് പറയുക. ദ വേവ് ഹൈറ്റ് ഓഫ് എ സുനാമി ഈസ് ടിപ്പിക്കലി ലെസ് ദാൻ. ആൻസർ വരുന്നത് 1 മീറ്റർ ആണ് കേട്ടോ. ദ വേവ് ഹൈറ്റ് ഓഫ് എ സുനാമി ഈസ് ടിപ്പിക്കലി ലെസ് ദാൻ 1 മീറ്റർ. 1 മീറ്ററിൻ്റെക്കാട്ടിലും താഴെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ വിൻഡ് സ്പീഡ് ഡ്യൂറിങ് ദ സൈക്ലോൺ ദാറ്റ് ഹിറ്റ് മൗണ്ട് വാഷിംഗ്ടൺ ഡ്യൂറിങ് ദ ഇയർ 1934 ഓൺ 12th April വാസ്. ആൻസർ വരുന്നത് 372 km/h ആയിരുന്നു. വിൻഡ് സ്പീഡ് ഡ്യൂറിങ് ദ സൈക്ലോൺ ദാറ്റ് ഹിറ്റ് മൗണ്ട് വാഷിംഗ്ടൺ എന്ന് പറയാണ്. ഒരു മൗണ്ട് വാഷിംഗ്ടണിനെ സൈക്ലോൺസ് ഹിറ്റ് ചെയ്യുന്ന ആ ഒരു സ്പീഡ് ഓഫ് വിൻഡ് എന്ന് പറയുന്നത് 372 km/h ആയിരുന്നു. ആലോചിക്കട്ടോ, 372 km/h ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദ സോൺ ഓഫ് ദ എർത്ത് ദാറ്റ് ഈസ് ഡിവൈഡ് ഇൻ ടു റിജിഡ് പ്ലേറ്റ്സ് ഈസ് ദ സോൺ ഓഫ് ദ എർത്ത് ദാറ്റ് ഈസ് ഡിവൈഡ് ഇൻ ടു റിജിഡ് പ്ലേറ്റ്സ് ഈസ് ദ. ആൻസർ വരുന്നത് ലിത്തോസ്ഫിയർ ആണ് കേട്ടോ. ലിത്തോസ്ഫിയർ ആണ്. ദ സോൺ ഓഫ് ദ എർത്ത് ദാറ്റ് ഡിവൈഡ് ഇൻ ടു റിജിഡ് പ്ലേറ്റ്സ് ഈസ് ദ ലിത്തോസ്ഫിയർ ആണ് കേട്ടോ. ട്രോപ്പിക്കൽ സൈക്ലോൺ ഡ്രൗട്ട് വൈൽഡ് ഫയർ ഈസ്. ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഡ്രൗട്ട് വൈൽഡ് ഫയർ ഈസ്. ആൻസർ വരുന്നത് സി ആണ്. മെറ്ററോളജിക്കൽ ഹസാർഡാണ് കേട്ടോ. ട്രോപ്പിക്കൽ സൈക്ലോൺ ഡ്രൗട്ട് വൈൽഡ് ഫയർ ഈസ്
മെറ്റിയോറോളജിക്കൽ ഹസാർഡാണ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ട്രോപ്പിക്കൽ സൈക്ലോൺ ഒറിജിനേറ്റഡ് വിത്തിൻ. ട്രോപ്പിക്കൽ സൈക്ലോൺ ഒറിജിനേറ്റ് ചെയ്യുന്ന എവിടെ നിന്നാണ്? ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ആൻസർ വരുന്നത് ഡി ആണ്, ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ ട്രോപ്പിക്സ് ഓഫ് കാപ്രിക്കോൺ ആൻഡ് ക്യാൻസർ. ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ ട്രോപ്പിക്സ് ഓഫ് കാപ്രിക്കോൺ ആൻഡ് ക്യാൻസർ. ഓക്കെ, ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ ട്രോപ്പിക്സ് ഓഫ് കാപ്രിക്കോൺ ആൻഡ് ക്യാൻസർ. ഇത് നമ്മുടെ ഭൂമിയുടെ ലൈൻസിൻ്റെ പേരാണ് കേട്ടോ. ലൈൻസിൻ്റെ പേരെന്ന് പറഞ്ഞാൽ, ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദശാംശം അക്ഷാംശം അങ്ങനെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഓരോ ഇംഗ്ലീഷ് നെയിംസ് ആണ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ ട്രോപ്പിക്സ് ഓഫ് കാപ്രിക്കോൺ ആൻഡ് ക്യാൻസർ ആണ് ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഒറിജിനേറ്റ് വിത്തിൻ. അവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ട്രോപ്പിക്കൽ സൈക്ലോൺസ് റയർലി ഡെവലപ്പ് വിത്തിൻ 550 ഓഫ് ദ ഇക്വേറ്റർ ബിക്കോസ് കോറിയോളിസ് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു കാരണം കൊണ്ടാണ്. അതെന്താണെന്നാണ് ചോദിക്കുന്നത്. കോറിയോളിസ് എഫക്റ്റ് 318ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് എ ആണ്, വീക്കസ്റ്റ് ദർ. അതായത് അവിടെ കൊറിയോളിസ് എഫക്റ്റ് വീക്കായത് കാരണമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ സൈക്ലോൺസ് റയർലി ഡെവലപ്പ് ചെയ്യുന്നത് വിത്തിൻ 50 ഓഫ് ദ ഇക്വേറ്റർ ബിക്കോസ് കൊറിയോളിസ് എഫക്റ്റ് അവിടെ വീക്കസ്റ്റ് ആയതുകൊണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സുനാമി ക്യാൻ ഒക്കർ ഓൺലി ഡ്യൂറിങ്. സുനാമി എങ്ങനെയാണ് ഒക്കർ ചെയ്യുന്നത്? എനി ടൈം ഓഫ് ഡേ ഓർ നൈറ്റ്. ഏത് ഡേയോ നൈറ്റോ ഒക്കെ ആയിരിക്കും സുനാമി ഒക്കർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സുനാമി ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ ഒക്കേർഡ് ഇൻ ദ ഇയർ. സുനാമി ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ ഒക്കേർഡ് ഇൻ ദ ഇയർ ബി ആണ്. 2004 ഇന്ത്യൻ ഓഷ്യനിൽ സുനാമി ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ ഓഷ്യനിൽ സുനാമി ഉണ്ടായ വർഷം 2004 കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, സുനാമി എന്ന് പറയുന്നത് ജാപ്പനീസ് ഒറിജിൻ വേർഡാണ് കേട്ടോ. സുനാമി ഈസ് ഓൾസോ നോൺ ആസ് സീസ്മിക് സീ വേവ്സ് എന്ന് അറിയപ്പെടാറുണ്ട്. സുനാമി ഈസ് ക്ലാസിഫൈഡ് ആസ്. സുനാമി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് വാട്ടർ ഹസാർഡ് ആയിട്ടാണ്. ഓക്കെ, വാട്ടർ ഹസാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറൈസേഷനാണ് കൂടുതൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സുനാമി എന്ന് പറയുന്നത്, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സുനാമി ഈസ് എർത്ത് ഇൻ ഓഷ്യൻ ക്രസ്റ്റ്. ഓഷ്യൻ ക്രസ്റ്റിലുള്ള എർത്ത് സുനാമിക്ക് കാരണമാവുന്നത്. സുനാമി ക്യാൻ ഒക്കർ ഓൺലി ഡ്യൂറിങ് എനി ടൈം ഓഫ് ദ ഡേ ഓർ നൈറ്റ്. എനി ഡേ ഓഫ് ദ ഡേ ഓർ നൈറ്റിൽ നമുക്ക് സുനാമി ഒറിജിനേറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സുനാമി ആർ മോസ്റ്റ് കോമൺലി ഫൗണ്ട് ഇൻ വിച്ച് ഓഷ്യൻ? സുനാമി ആർ മോസ്റ്റ് കോമൺ ഫൗണ്ട് ഇൻ ദ ഓഷ്യൻ. ആൻസർ പസഫിക് ഓഷ്യനിലാണ് സാധാരണയായിട്ട് കാണപ്പെടാറുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, സുനാമി ആർ വേവ്സ് ജനറേറ്റഡ് ബൈ. ആൻസർ വരുന്നത് ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരുന്നത്. സുനാമി ആർ മോസ്റ്റ് കോമൺലി ഫൗണ്ട് ഇൻ വിച്ച് ഓഷ്യൻ? ഏത് ഓഷ്യനിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്? പസഫിക് ഓഷ്യനിലാണ്. സുനാമി ആർ വേവ്സ് ജനറേറ്റഡ് ബൈ. ആൻസർ വരുന്നത് ഓൾ ഓഫ് ദ എബോവ് ആണ് കേട്ടോ. എർത്ത് ക്വേക്സ് ഉണ്ട്, വോൾക്കാനിക് എറപ്ഷൻസ് ഉണ്ട്, അണ്ടർ വാട്ടർ ലാൻഡ് സ്ലൈഡ്സ് എല്ലാം സുനാമി ആർ വേവ്സ് ജനറേറ്റഡ് ബൈ. ഓക്കെ, ആൻസർ വരുന്നത് ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വോൾക്കാനിക് ഇറപ്റ്റഡ് മെറ്റീരിയൽ വെൻ ഇൻസൈഡ് ദ ഹിൽ എർത്ത് മൗണ്ടെയിൻ ഇറ്റ് ഇസ് കോൾഡ്. വോൾക്കാനിക് ഇറപ്റ്റഡ് മെറ്റീരിയൽ വെൻ ഇൻസൈഡ് ദ ഹിൽ ഓർ എർത്ത് മൗണ്ടെയിൻ ഇറ്റ് ഇസ് കോൾഡ്. ആൻസർ വരുന്നത് ബി ആണ്, മാഗ്മയാണ് കേട്ടോ. വോൾക്കാനിക് ഇറപ്റ്റഡ് മെറ്റീരിയൽ വെൻ ഇൻസൈഡ് ദ ഹിൽ അല്ലെങ്കിൽ എർത്ത് മൗണ്ടെയിൻ ഒക്കെ വരുന്നത് മാഗ്മയാണ്. അതിന് നമ്മൾ മാഗ്മ എന്നാണ് പറയുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വോൾക്കാനിക് ഇറപ്ഷൻ ആർ ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ലാൻഡ് സ്ലൈഡ്സ് ആണ് കേട്ടോ. ലാൻഡ് സ്ലൈഡ്സും ആയിട്ടാണ് വോൾക്കാനിക് ഇറപ്ഷൻ ക്ലോസ്ലി അസോസിയേറ്റ് വിത്ത് ലാൻഡ് സ്ലൈഡ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വോൾക്കാനോസ് ആർ ജനറേറ്റഡ് ഫൗണ്ട് വേർ. വോൾക്കാനോസ് ജനറലി ഫൗണ്ട് വേർ, എവിടെയാണ് കൂടുതലായിട്ട് കാണുന്നത്? ടെക്ടോണിക് പ്ലേറ്റ്സിലാണ്. പുൾ അപ്പാർട്ട് ഓർ ആർ കമ്മിങ്. ടെക്ടോണിക് പ്ലേറ്റ്സ് പുൾ അപ്പാർട്ട് ഓർ ആർ കമ്മിങ് ടുഗെദർ. അതായത് ടെക്ടോണിക് പ്ലേറ്റ്സ് പുൾ അപ്പാർട്ട് ഓർ ആർ കമ്മിങ് ടുഗെദർ, അങ്ങനെ ഒരു സംഭവത്തിലാണ് ഇവിടെ വോൾക്കാനോസ് കാണുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വോൾക്കാനോസ് വിച്ച് ആർ കറൻ്റ്ലി ഇനാക്റ്റീവ് ബട്ട് ദർ ഈസ് എ പോസിബിലിറ്റി ദാറ്റ് ഇറ്റ് ക്യാൻ ഇറപ്റ്റ് അഗെയിൻ ഇൻ ഫ്യൂച്ചർ ആർ കോൾഡ് ഡോർമെൻ്റ് വോൾക്കാനോസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഓൾറെഡി വോൾക്കാനോ ആർ കറൻ്റ്ലി ഇനാക്റ്റീവ് ആണ്. അതായത് അവിടെ ഒരു വോൾക്കാനോ സംഭവിച്ചിട്ടൊന്നുമില്ല, ബട്ട് ദർ ഈസ് എ പോസിബിലിറ്റി ദാറ്റ് ഇറ്റ് ക്യാൻ, ഒരു പോസിബിലിറ്റി ഉണ്ട് ആൻഡ് ഇറപ്റ്റ് അഗെയിൻ, അത് വീണ്ടും ഫ്യൂച്ചറിൽ വരാനുള്ള ഒരു സാധ്യതയുള്ള ഒരു വോൾക്കാനോസ് നമ്മൾ ഡോർമെൻ്റ് വോൾക്കാനോസ് എന്നാണ് പറയുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലഹാസ്? എന്താണ് ലഹാസ് എന്ന് പറയുന്നത്? വോൾക്കാനിക് മഡ് ഫ്ലോ ആണ് കേട്ടോ. വോൾക്കാനിക് മഡ് ഫ്ലോനെയാണ് നമ്മൾ ലഹാസ് എന്ന് പറയുന്നത്. അതിന് മുന്നേ നമ്മളൊരു ക്വസ്റ്റ്യനിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഹാസ് എന്ന് പറയുന്നത് വോൾക്കാനിക് മഡ് ഫ്ലോനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോസ് ഓഫ് ടൈഡൽ വേവ്സ്? എന്താണ് കോസ് ഓഫ് ടൈഡൽ വേവ്സ്? ടൈഡൽ വേവ്സിൻ്റെ കോസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദ മൂൺ ഓൺ ദ സീ ആണ് കേട്ടോ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദ മൂൺ ഓൺ ദ സീ ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദ മൂൺ ഓൺ ദ സീ ആണ് എന്ത്?
ടൈഡൽ വേവ്സിന് കാരണം അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ മാഗ്മ റീച്ചസ് ദ സർഫസ് ഓഫ് ദ എർത്ത് ഈസ് കോൾഡ് ലാവ. മാഗ്മ റീച്ച് ചെയ്യാണ്, മാഗ്മയിൽ നിന്നാണ് എന്ത് വരുന്നത്, ലാവ വരുന്നത്. മാഗ്മ റീച്ചസ് ദ സർഫസ് ഓഫ് ദ എർത്തിലേക്ക് മാഗ്മ റീച്ച് ചെയ്യുമ്പോഴാണ് ലാവ ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, when the stress exceeds the resistance to shearing along the looked interface between two converging plates, what will happen? When the stresses exceeds the resistance to shearing along the locked interface between two covering plates, what will happen? എന്താ സംഭവിക്കുകയെന്നാണ് ചോദിക്കുന്നത്. The sea floor will suddenly be driven upward. സീ ഫ്ലോർ എന്ത് ചെയ്യും, സഡൻലി ഡ്രൈവൺ അപ്വേർഡ്, മേലേക്ക് കുതിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ടു ടെക്ടോണിക് പ്ലേറ്റ്സ് ഡൈവേർജ് ചെയ്താൽ എന്താ സംഭവിക്കുക, പുൾ അപ്പാർട്ട്, ഉള്ളിലേക്ക് വലിയാണ്. The earth is thinned. In the scenario, we can predict that the asthenosphere. ഓക്കെ, ആൻസർ വരുന്നത് സി ആണ്. റൈസ് ദ സിങ്ക് റൈസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, സിങ്ക് റൈസ് ചെയ്യുമെന്നാണ്. അതായത് ടെക്ടോണിക് പ്ലേറ്റ്സ് ഡൈവേർജ് ചെയ്യാണ്, പുൾ അപ്പാർട്ട് ആവുകയാണെങ്കിൽ റൈസ് ദ സിങ്ക് റൈസ് ആവും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് ലൈക്ലി ടു ബി ഇൻ ദ ഐ ഓഫ് എ സൈക്ലോൺ? ഇതിനകത്ത് ഏതാണ് മോസ്റ്റ് ലൈക്ലി ടു ബി ഇൻ ദ ഐ ഓഫ് എ സൈക്ലോൺ? ആൻസർ വരുന്നത് ബി ആണ്. ഇറ്റ് ഈസ് ആൻ ഏരിയ ഓഫ് ലോ പ്രഷർ. ഒരു ഏരിയ ഓഫ് ലോ പ്രഷറാണ് എന്ത്, സൈക്ലോണിൻ്റെ ഐ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ബ്രൈഡഡ് സ്ട്രീം? ഇതിനകത്ത് ഏതാണ് ഒരു ബ്രൈഡഡ് സ്ട്രീം അല്ലാത്തത്, ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ബ്രൈഡഡ് സ്ട്രീം അല്ലാത്തത്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്രൈഡഡ് സ്ട്രീം അല്ലാത്തതിനകത്ത് ഏതാണ് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് കോൺസ്റ്റൻറ്റ് ഡിസ്ചാർജ് ആണ്. കോൺസ്റ്റൻറ്റ് ഡിസ്ചാർജ് ഇതിനകത്ത് എന്തല്ല, ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്രൈഡഡ് സ്ട്രീം അല്ല. ഓക്കെ, കോൺസ്റ്റൻറ്റ് ഡിസ്ചാർജ്. അടുത്ത ക്വസ്റ്റ്യൻ, വിൻഡോസ് മേ റാറ്റിൽ ആൻഡ് പീപ്പിൾ മേ ഫീൽ ട്രിമർ അറ്റ് സ്കെയിൽ ഓഫ്. ആൻസർ വരുന്നത് ബി ആണ്, 4 ആണ് ആൻസർ വരുന്നത് കേട്ടോ. വിൻഡോസ് മേ റാറ്റിൽ ആൻഡ് പീപ്പിൾ മേ ഫീൽ ട്രിമർ അറ്റ് സ്കെയിൽ ഓഫ് 4 സ്കെയിൽ വരികയാണെങ്കിൽ അങ്ങനെ സംഭവിക്കുമെന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻവോൾവ്സ് പ്രെഡിക്റ്റിംഗ് എ പോസിബിൾ ക്രൈസിസ് ബിഫോർ ഇറ്റ് ഒക്കേഴ്സ്? ഏത് പാർട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്, പ്രെഡിക്റ്റിംഗ് എ പോസിബിൾ ക്രൈസിസ് ബിഫോർ ഇറ്റ് ഒക്കർ ചെയ്യുന്നതിന് മുന്നേ അത് ക്രൈസിസ് പോസിബിൾ ആവുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഏതാണെന്നാണ് പറയുന്നത്. ആൻസർ വരുന്നത് മിറ്റിഗേഷൻ ആണ് കേട്ടോ, മിറ്റിഗേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡെവലപ്പിംഗ് ആൻഡ് പ്രാക്ടീസിങ് an emergency plan occurs during which phase of disaster management? Developing and practicing an emergency plan occurs during which phase of disaster management? Answer വരുന്നത് ബി ആണ്, പ്രിപ്പയർഡ്നെസ് ആണ് കേട്ടോ, preparedness. Okay, developing and practicing an emergency plan occurs during which phase of disaster management? Preparedness ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, in which phase of disaster management would you stabilize the situation and assess the immediate damage? In which phase of disaster management would you stabilize the situation and assess the immediate damage? ആൻസർ വരുന്നത് സി ആണ്, റെസ്പോൺസ് ആണ് കേട്ടോ. ആൻസർ വരുന്നത് റെസ്പോൺസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രൈമറി ഗോൾ ഓഫ് എ ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് പ്ലാൻ ഈസ്? എ ആണ് ആൻസർ വരുന്നത്, ടു പ്രൊട്ടക്ട് ദ പോപ്പുലേഷൻ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കവർ ചെയ്യുന്നത് എന്താണ്? ഓൾ ഓഫ് ദ എബോവ് ആണ് കേട്ടോ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കവേഴ്സ് ഓൾ ഓഫ് ദ എബോവ്. ഓക്കെ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കവർ ചെയ്യുന്നത് ഓൾ ഓഫ് ദ എബോവ് ആണ്. മെയിൻറ്റെയിനിങ് കൺട്രോൾ ഓവർ ഡിസാസ്റ്റേഴ്സ്, റെഡ്യൂസിങ് ദ എഫക്ട്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ്, ബ്രീഫിംഗ് ടോപ്പ് ഓഫ് ഒഫീഷ്യൽസ് ടു ഗവൺമെൻറ് ഓഫ് ദ എഫക്ട് ഓഫ് ഡിസാസ്റ്റർ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഓൾ ഓഫ് ദ എബോവ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ്. റീഹാബിലിറ്റേഷൻ ഉണ്ട്, ഡീകൺസ്ട്രക്ഷൻ ഉണ്ട്, മിറ്റിഗേഷൻ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഈസ് എയിംഡ് അറ്റ്? ആൻസർ വരുന്നത് ഫ്യൂച്ചർ ഡിസാസ്റ്റേഴ്സിനാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എയിം ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീം ഷുഡ് ഇൻക്ലൂഡ്? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീം ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ഓൾ ഓഫ് ദ എബോവ് ആണ് കേട്ടോ, ഓൾ ഓഫ് ദ എബോവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഇന്ത്യൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കോൺഗ്രസ് വാസ് ഇനോഗ്രേറ്റഡ് ഓൺ? എ ആണ് ആൻസർ വരുന്നത്, 29/11/2006 ഡിസംബർ 29 ഫസ്റ്റ് ഇന്ത്യൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കോൺഗ്രസ് വാസ് ഇനോഗ്രേറ്റഡ് ഓൺ. ഓക്കെ,
ഫ്ലൂയിഡ് ക്യാൻ കൺട്രോൾഡ് ബൈ ഫ്ലൂയിഡ് നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യാം? ആൻസർ വരുന്നത് സി ആണ്, ബോത്ത് എ ആൻഡ് ബി. കൺസ്ട്രക്ഷൻ ഓഫ് ഡാം, എഫോറസ്റ്റേഷൻ, ഇതിലൂടെയാണ്. എഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് നമ്മൾ ഉണ്ടാക്കുക, ഓക്കെ, വെട്ടി നശിപ്പിച്ച ഫോറസ്റ്റ് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ഫോറസ്റ്റേഷൻ എന്ന് പറയാം. അപ്പോൾ ബോത്ത് എ ആൻഡ് ബി ഈസ് ദ ഫ്ലൂയിഡ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ഈ ഒരു 2 കാര്യങ്ങളിലൂടെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്ലൂയിഡ് റിസ്ക് റെഫേഴ്സ് ടു. ഫ്ലൂയിഡ് റിസ്ക് എന്തിനാണ് റെഫർ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്? ഓൾ ഓഫ് ദ എബോ ആണ് ആൻസർ വരുന്നത്, ഓൾ ഓഫ് ദ എബോ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്ലൂഡിംഗ് ഇൻ ലണ്ടൻ ഈസ് പ്രിവെൻറ്റഡ് ബൈ. ഫ്ലൂഡിംഗ് ഇൻ ലണ്ടൻ പ്രിവെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എ ബാരിയർ ദാറ്റ് ഈസ് റേസ്ഡ് ആൻഡ് ലോവേർഡ്. ഒരു ബാരിയർ ദാറ്റ് ഈസ് റേസ്ഡ് ആൻഡ് ലോവേർഡ്, അതാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്ലൂഡ്സ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ. ഫ്ലൂഡ്സ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? എഫോറസ്റ്റേഷനിലൂടെ പ്രിവെൻറ്റ് ചെയ്യാം. ഫുൾ ഫോം ഓഫ് DDMA, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്നുള്ളതാണ് DDMAയുടെ ഫുൾ ഫോം, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഫുൾ ഫോം ഓഫ് EVD. EVDയുടെ ഫുൾ ഫോം എന്താണ്? ഇബോള വൈറസ് ഡിസീസ്. ഇബോള വൈറസ് ഡിസീസ് എന്നാണ് EVDയുടെ ഫുൾ ഫോം. ഫുൾ ഫോം ഓഫ് NGO. NGOൻ്റെ ഫുൾ ഫോം എന്താ? നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ. നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് NGOൻ്റെ ഫുൾ ഫോം. അടുത്ത ക്വസ്റ്റ്യൻ, ഫുൾ ഫോം ഓഫ് PPP. എന്താണ് PPPയുടെ ഫുൾ ഫോം? പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പാണ് PPPയുടെ ഫുൾ ഫോം, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ജനറലി ദ നമ്പർ ഓഫ് റിച്ചർ സ്കെയിൽ റേഞ്ചസ് ബിറ്റ്വീൻ 0 and 9 ആണ്. നേരത്തെ വായിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ജനറലി ദ നമ്പർ ഓഫ് റിച്ചർ സ്കെയിൽ റേഞ്ചസ് ബിറ്റ്വീൻ 0 and 9 ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് യു വേർ അറ്റ് ദ ബീച്ച് ഹൗ വുഡ് യു നോ there may be a tsunami. നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? ഓൾ ഓഫ് ദ അബോവ്. There may be a warning. An alert comes over the radio. There is a drop in the level of ocean. ചിലപ്പോൾ ഒരു ഡ്രോപ്പ് ഉണ്ടാവാം ഓഷ്യനിൽ. ഒന്നായിട്ട് കുതിച്ചിട്ട് അങ്ങോട്ട് വരും. ആദ്യം ഒരു ഡ്രോപ്പ് ഉണ്ടാവും, പിന്നെ ഒന്നായിട്ട് ആ വെള്ളം മൊത്തത്തിൽ അങ്ങനെ ഒരുമിച്ചിട്ട് അങ്ങോട്ട് വരും. അതാണ് അതിൻ്റെ ഒരു സൈനായിട്ട് പറയുന്നത്. അപ്പോൾ ഓൾ ഓഫ് ദ അബോവ് ആൻസർ വരാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ മെറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് IMD കോൾസ് എ സ്റ്റോം സൂപ്പർ സൈക്ലോൺ വെൻ ദ വിൻഡ് ബ്ലോസ്. ആൻസർ വരുന്നത് സി ആണ്, മോർ ദാൻ 220 കിലോമീറ്റർ ആണ് കേട്ടോ. ഇന്ത്യൻ മെറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് IMD കോൾസ് എ സ്റ്റോംസ് സൂപ്പർ സൈക്ലോൺ ആണ് വെൻ ദ വിൻഡ് ബ്ലോസ്. ആൻസർ വരുന്നത് മോർ ദാൻ 220 km/h ആയിരിക്കും ആ ഒരു സൂപ്പർ സൈക്ലോൺ എന്ന് പറയുന്നത് കേട്ടോ. മോർ ദാൻ 220 km/h. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ മെറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഡിക്ലെയർ സൂപ്പർ സൈക്ലോൺ. ആൻസർ വരുന്നത് ബി ആണ്, വെൻ ദ വിൻഡ് ബ്ലോസ് അറ്റ് എ സ്പീഡ് ഓഫ് മോർ ദാൻ 220 km/h. അത് തന്നെയാണ് ക്വസ്റ്റ്യൻ, സെയിം ആൻസറാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ സുനാമി വാർണിംഗ് സിസ്റ്റം ബിക്കെയിം ഓപ്പറേഷണൽ ഇൻ. ആൻസർ വരുന്നത് 2007 കേട്ടോ. 2007 ഓപ്പറേഷണൽ ആയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ എർത്ത് ഈസ് നോൺ ആസ്. ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ എർത്ത് ഈസ് നോൺ ആസ് സി ആണ്, സീസ്മോഗ്രാഫ് ആണ് കേട്ടോ. ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ എർത്ത് ഈസ് നോൺ ആസ് സീസ്മോഗ്രാഫ് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻറ്റൻസിറ്റി ഓഫ് ആൻ എർത്ത് ഈസ് മെഷേർഡ് ബൈ. ഇൻറ്റൻസിറ്റി ഓഫ് എർത്ത് നമ്മൾ എങ്ങനെ മെഷർ ചെയ്യാം? മോഡിഫൈഡ് മെർക്കലി സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ്. മോഡിഫൈഡ് മെർക്കലി സ്കെയിൽ, ഓക്കെ, മെർക്കുറി എന്നൊക്കെ ആലോചിക്കുക. മോഡിഫൈഡ് മെർക്കലി സ്കെയിലാണ് നമ്മൾ ഇൻറ്റൻസിറ്റി ഓഫ് എർത്ത് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇൻ്റർനാഷണൽ സുനാമി ഇൻഫർമേഷൻ സെൻറ്റർ ഈസ് ലൊക്കേറ്റഡ് ഇൻ. ഇൻ്റർനാഷണൽ സുനാമി ഇൻഫർമേഷൻ സെൻറ്റർ എവിടെയാണ് ഉള്ളത്? ഹൊനോലുലു ആണ് കേട്ടോ. ഹോണോലുലുലാണ്. ഹോണോലുലു എന്ന് ആലോചിക്കുക. ഹോൺ അടിക്കുമ്പോൾ ലുലു, ഓക്കെ, ഹോണോലുലു എന്ന് ആലോചിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, IPCC മീൻസ്. IPCC എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർ ഗവൺമെൻറ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇൻ്റർ ഗവൺമെൻറ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ് കേട്ടോ. ഇൻ്റർ ഗവൺമെൻറ്റൽ പാനലാണെന്ന് ആലോചിക്കുക. പാനൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷേ ഇൻ്റർ ഗവൺമെൻറ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നുണ്ട്. ഓക്കെ, ക്ലൈമറ്റ് കണ്ടീഷൻ അല്ല, ക്ലൈമറ്റ് ചേഞ്ച് ആണെന്ന് ആലോചിക്കുക കേട്ടോ. ഓക്കെ, ഇൻ്റർ ഗവൺമെൻറ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് ദ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ലാൻഡ്സ്ലൈഡ്സ്. ലാൻഡ്സ്ലൈഡ്സ് നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ എന്താണ് ഉപയോഗിക്കുക എന്ന് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് സ്ട്രെയിൻ ഗോഗ് ആണ് കേട്ടോ. സ്ട്രെയിൻ ഗോഗ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, സ്ട്രെയിൻ ഗോഗ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ITCZ സ്റ്റാൻഡ്സ് ഫോർ. ITCZ എന്തിനാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്? ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ ആണ്. ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ ആണ് കേട്ടോ. ഇൻട്രാ ട്രോപ്പിക്കൽ അല്ല, ഇൻ്റർ ടെക്ടോണിക് അല്ല, ഇൻ്റർ ടെമ്പറേറ്റ് ഒന്നല്ല, ഇൻ്റർ ട്രോപ്പിക്കൽ എന്നാണ് കേട്ടോ. ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോണാണെന്ന് ആലോചിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എർത്ത് ഇൻഡിക്കേറ്റ്സ് എമൗണ്ട് ഓഫ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എർത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്? ആൻസർ വരുന്നത് എനർജി റിലീസ്ഡ്.
Magnitude of earthquake indicates amount of energy released. Okay. എനർജി റിലീസ് ചെയ്തിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, മാപ്പിംഗ് മെത്തേഡ് യൂസ്ഡ് ഫോർ ട്രാക്കിംഗ് വിൻഡ് സ്പീഡ് ആൻഡ് ഡിറക്ഷൻ ഈസ്. മാപ്പിംഗ് മെത്തേഡ് യൂസ്ഡ് ഫോർ ട്രാക്കിംഗ് വിൻഡ് സ്പീഡ് ആൻഡ് ഡിറക്ഷൻ ഈസ്. ആൻസർ വരുന്നത് ഹസാർഡ് മാപ്പിംഗ് ആണ് കേട്ടോ. മാപ്പിംഗ് മെത്തേഡ് യൂസ്ഡ് ഫോർ ട്രാക്കിംഗ് വിൻഡ് സ്പീഡും ഡിറക്ഷനും ഹസാർഡ് മാപ്പിംഗ് ആണ് കേട്ടോ. ഹസാർഡ് മാപ്പിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, മാസ് കില്ലിംഗ് ഡിസീസ് ക്യാൻ ബി റെഫേർഡ് ആസ്. മാസ് കില്ലിംഗ് ഡിസീസ് നമ്മൾ എങ്ങനെ റെഫർ ചെയ്യും? ആൻസർ വരുന്നത് ബയോളജിക്കൽ ഡിസാസ്റ്റർ ആണ്. ബയോളജിക്കൽ ഡിസാസ്റ്റർ വെച്ചിട്ട് മാസ് കില്ലിംഗ് ഡിസീസ് ക്യാൻ ബി റെഫേർഡ് ആസ് ബയോളജിക്കൽ ഡിസാസ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, മെക്കാനിസം എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 ഇൻക്ലൂഡ്. മെക്കാനിസം എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 ഇൻക്ലൂഡ്. ആൻസർ വരുന്ന ഡി ആണ്. ഓൾ ഓഫ് ദ അബോവ് ആണ് ആൻസർ വരുന്നത് കേട്ടോ. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉണ്ട്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉണ്ട്. അപ്പോൾ ഓൾ ഓഫ് ദ അബോവ് ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഈസ് ആറ്റ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് കേട്ടോ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ന്യൂഡൽഹിയിലാണുള്ളത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ന്യൂഡൽഹിയിലാണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇസ് ലൊക്കേറ്റഡ് അറ്റ് സിയിലാണ്, ന്യൂഡൽഹി തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പബ്ലിഷസ് എ ബൈആനുവൽ ജേർണൽ ടൈറ്റിൽഡ്. ആൻസർ വരുന്നത് സി ആണ്, ഡിസാസ്റ്റർ ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് കേട്ടോ. ഡിസാസ്റ്റർ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബൈആനുവൽ ജേർണൽ ടൈറ്റിൽഡ് എന്ന് പറഞ്ഞത് ഡിസാസ്റ്റർ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ടൈറ്റിലോടെയാണ് ഒരു ബൈആനുവൽ ജേർണൽ അവർ എന്ത് ചെയ്തത്, പബ്ലിഷ് ചെയ്തത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, മോക്ക് ഡ്രിൽസ് എക്സസൈസ് ടു ക്രിയേറ്റ് അവെയർനെസ് അമംഗ് പീപ്പിൾ ആർ കണ്ടക്റ്റഡ് അറ്റ്. മോക്ക് ഡ്രിൽസ് എക്സസൈസ് ടു ക്രിയേറ്റ് അവെയർനെസ് അമംഗ് പീപ്പിൾ ആർ കണ്ടക്റ്റഡ് അറ്റ്. ആൻസർ വരുന്നത് ഓൾ ഓഫ് ദ അബോവ് ആണ് കേട്ടോ. സ്റ്റേറ്റ് ലെവലുണ്ട്, ഡിസ്ട്രിക്ട് ലെവലുണ്ട്, GP ഓർ വില്ലേജ് ലെവലുണ്ട്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, റിപ്പോർട്ട് ഓൺ ട്രെയിനിങ് ഓൺ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഫോർ ദ മെമ്പേഴ്സ് ഓഫ് ദ വില്ലേജ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീം is prepared by. Report on training on search and rescue for the members of the village disaster management team is prepared by. ആൻസർ വരുന്നത് സി ആണ്, ഗവൺമെൻറ് ഓഫ് ഉത്തരാഞ്ചൽ. ഗവൺമെൻറ് ഓഫ് ഉത്തരാഞ്ചൽ ആണ് കേട്ടോ. ഗവൺമെൻറ് ഓഫ് ഉത്തരാഞ്ചൽ. അങ്ങനെ ഒരു ആൻസർ കാണുകയാണെങ്കിൽ അതിനെ ടിക്ക് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, റിച്ചർ സ്കെയിൽ ഈസ് എ. റിച്ചർ സ്കെയിൽ എന്ന് പറയുന്നത് ഒരു ലോഗരിതമിക് സ്കെയിലാണ് കേട്ടോ. ഒരു ലോഗരിതമിക് സ്കെയിലാണ് റിച്ചർ സ്കെയിൽ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സാക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെൻറ്റർ അറ്റ്. സാക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെൻറ്റർ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് കേട്ടോ. സാർക്ക് SAARC ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെൻറ്റർ ന്യൂഡൽഹിയിൽ തന്നെയാണുള്ളത്. സീസ്മിക് വേവ് ഡ്യൂറിങ് എർത്ത്ക്വേക്ക് ആർ റെക്കോർഡഡ് ആൻഡ് സ്റ്റഡീഡ് വിത്തിൻ ദ ഹെൽപ്പ് ഓഫ് എ ഇൻസ്ട്രുമെൻറ്റ് കോൾഡ് ആസ്. സീസ്മോഗ്രാഫ് ആണ് കേട്ടോ. സീസ്മിക് വേവ്സ് നമ്മൾ ഒരു എർത്ത്ക്വേക്കിൻ്റെ സമയത്ത് സീസ്മിക് വേവ്സ് ഡ്യൂറിങ് ദ എർത്ത്ക്വേക്സ് റെക്കോർഡ് ആൻഡ് സ്റ്റഡീഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഇൻസ്ട്രുമെൻറ്റ് ഈസ് കോൾഡ് സീസ്മോഗ്രാഫ്. ഓക്കെ, സീസ്മോഗ്രാഫ്. ദ ചെയർമാൻ ഓഫ് ദ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഈസ്. ദ ചെയർമാൻ ഓഫ് ദ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഈസ്. ഡി ആണ് വരുന്നത്. പ്രൈം മിനിസ്റ്റർ ആണ് കേട്ടോ. പ്രൈം മിനിസ്റ്റർ ആണ് ദ ചെയർമാൻ ഓഫ് ദ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. ആരാണ് വരുന്നത്? പ്രൈം മിനിസ്റ്റർ ആണ് കേട്ടോ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ചെയർമാൻ ഓഫ് ദ ത്രിപുര ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഈസ്. ത്രിപുരയുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ആരാണ്? ചീഫ് മിനിസ്റ്റർ ആണ് കേട്ടോ. സി ആണ് ആൻസർ വരുന്നത്, ചീഫ് മിനിസ്റ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ചേഞ്ച് ഈസ് ഇൻ എലിവേഷൻ ഓഫ് എ സ്ട്രീം പെർ യൂണിറ്റ് ലെങ്ത് ഈസ് കോൾഡ്. ദ ചേഞ്ച് ഇൻ എലിവേഷൻ ഓഫ് എ സ്ട്രീം പെർ യൂണിറ്റ് ലെങ്ത് ഈസ് കോൾഡ്. ആൻസർ വരുന്നത് ഗ്രേഡിയൻ്റ് ആണ് കേട്ടോ. ദ ചേഞ്ച് ഇൻ എലിവേഷൻ ഓഫ് എ സ്ട്രീം പെർ യൂണിറ്റ് ലെങ്ത് ഈസ് കോൾഡ് ഗ്രേഡിയൻ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് വാസ് മെയ്ഡ് ഇൻ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് വാസ് മെയ്ഡ് ഇൻ. ആൻസർ വരുന്നത് 2005 കേട്ടോ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് വാസ് മെയ്ഡ് ഇൻ 2005. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് റെക്കോർഡ്സ് എർത്ത്ക്വേക്സ് വേവ്സ് ഈസ് കോൾഡ്. ആൻസർ ബി ആണ്, സീസ്മോഗ്രാഫ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മേജർ റിസ്ക് അസോസിയേറ്റ് വിത്ത് ഓവർ ക്രൗഡിങ് ഈസ്. ദ മേജർ റിസ്ക് അസോസിയേറ്റ് വിത്ത് ഓവർ ക്രൗഡിങ് എന്ന് പറയുന്നത് ഡി ആണ് ആൻസർ വരുന്നത്, ഇൻക്രീസ് ഇൻ ഡയറിയ ഡിസീസ്. ഇൻക്രീസ് ഇൻ ഡയറിയ ഡിസീസ് ഉണ്ടാവും അസോസിയേറ്റ് വിത്ത് ഓവർ ക്രൗഡിങ് ആയി കഴിഞ്ഞാൽ ഡയറിയ ഉണ്ടാവും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ മെർക്കൽ ഇൻറ്റൻസിറ്റി ഈസ് യൂസ്ഫുൾ ബിക്കോസ്. ദ മെർക്കൽ ഇൻറ്റൻസിറ്റി ഈസ് യൂസ്ഫുൾ എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചത്. ഇറ്റ് ഹെൽപ്സ് ഡിറ്റർമൈൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്മോൾ ഓർ ഡിസ്റ്റൻറ്റ് എർത്ത്ക്വേക്സ് ഫോർ വിച്ച് ദ റിച്ചർ സ്കെയിൽ ഈസ് ഇൻഅഡിക്വേറ്റ്. It helps determine the magnitude of small or distant earthquakes for which the Richter scale is inadequate. അതാണ് അതിൻ്റെ ഒരു യൂസ്ഫുൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ നാഷണൽ സിവിൽ ഡിഫൻസ് കോളേജ് വാസ് ഫൗണ്ടഡ് ഇൻ 1957 അറ്റ്. നാഷണൽ സിവിൽ ഡിഫൻസ് കോളേജ് വാസ് ഫൗണ്ടഡ് ഇൻ 1957 അറ്റ്. എവിടെയാണെന്നാണ് ചോദിക്കുന്നത്? നാഗ്പൂറാണ് കേട്ടോ. നാഗ്പൂറാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി NDMA ഈസ് ഹെഡഡ് ബൈ.
ദ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി NDMA ഈസ് ഹെഡഡ് ബൈ. ആൻസർ വരുന്നത് എ ആണ്, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി NDMA ഈസ് ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒക്കെ ആരുടെ അതോറിറ്റി ആയിട്ട് വരുന്നത്? പ്രൈം മിനിസ്റ്ററിൻ്റെ അതോറിറ്റി ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ നാഷണൽ ഫ്ലൂഡ് കമ്മീഷൻ ഇൻ ഇന്ത്യ വാസ് സെറ്റപ്പ് ഇൻ. നാഷണൽ ഫ്ലൂഡ് കമ്മീഷൻ ഇൻ ഇന്ത്യ വാസ് സെറ്റപ്പ് ഇൻ. ആൻസർ വരുന്നത് 1980 ആണ്. 1980 ആണ് വരുന്നത്. നാഷണൽ ഫ്ലൂഡ് കമ്മീഷൻ ഇൻ ഇന്ത്യ വാസ് സെറ്റപ്പ് ഇൻ 1980. അടുത്ത ക്വസ്റ്റ്യൻ. ദ നാഷണൽ പോളിസി ഓൺ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വാസ് അപ്രൂവ്ഡ് ബൈ ദ യൂണിയൻ ക്യാബിനറ്റ് ഇൻ. ആൻസർ വരുന്നത് 2009 ആണ് കേട്ടോ. നാഷണൽ പോളിസി ഓൺ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വാസ് അപ്രൂവ്ഡ് ബൈ ദ യൂണിയൻ ക്യാബിനറ്റ് ഇൻ 2009. അടുത്ത ക്വസ്റ്റ്യൻ. ദ NH44 പ്രസൻ്റ്ലി 8 ഓക്കെ ഈസ് എഫക്റ്റഡ് ബൈ വിച്ച് ഹസാർഡ്. ഏത് ഹസാർഡിനെയാണ് അത് എഫക്റ്റ് ചെയ്യാം? ലാൻഡ് സ്ലൈഡ് ആണ് കേട്ടോ. ലാൻഡ് സ്ലൈഡ് ആണ്. NH44 പ്രസൻ്റ്ലി 8 ആണ്. ഈസ് എഫക്റ്റഡ് ബൈ വിച്ച് ഹസാർഡ്? എർത്ത് ആണ് കേട്ടോ. സോറി ലാൻഡ് സ്ലൈഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ നോഡൽ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ വിൻഡ് ഡിറ്റക്ഷൻ IMD റിഫേഴ്സ് ടു. ആൻസർ വരുന്നത് ഇന്ത്യൻ മെറ്റിയോറോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. നോഡൽ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ വിൻഡ് ഡിറ്റക്ഷൻ IMD റിഫേഴ്സ് ടു ഇന്ത്യൻ മെറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ദ റിച്ചർ സ്കെയിൽ എക്സ്പ്രസ്സസ് ആൻ എർത്ത് ക്വേക്ക്. ഒരു റിച്ചർ സ്കെയിൽ എക്സ്പ്രസ് ചെയ്യുന്ന എർത്ത് ക്വേക്സ് മാഗ്നിറ്റ്യൂഡാണ് കേട്ടോ. എർത്ത് ക്വേക്കിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് റിച്ചർ സ്കെയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ റിച്ചർ സ്കെയിൽ ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഓഫ്. ദ റിച്ചർ സ്കെയിൽ ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഓഫ്. ആൻസർ വരുന്നത് സി ആണ്, ഇൻറ്റൻസിറ്റി ഓഫ് എർത്ത് ക്വേക്സ്. ഇൻറ്റൻസിറ്റി ഓഫ് എർത്ത് ക്വേക്കാണ് റിച്ചർ സ്കെയിൽ മെഷർ ചെയ്യുന്നത്. മാഗ്നിറ്റ്യൂഡും മെഷർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി ഓഫ് എർത്ത് ക്വേക്സ് മെഷർ ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് എർത്ത് ക്വേക്ക് ഈസ് കോൾഡ്. സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് എർത്ത് ക്വേക്കിനെ നമ്മൾ എന്താ പറയുക? ആൻസർ സീസ്മോളജി ആണ് കേട്ടോ. സീസ്മോളജി ആണ് കേട്ടോ. സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് എർത്ത് ക്വേക്ക് ഈസ് സീസ്മോളജി. അടുത്ത ക്വസ്റ്റ്യൻ. 396ാമത്തെ ക്വസ്റ്റ്യൻ. ദ സൈസ് ഓഫ് എ ഫ്ലൂയിഡ് ഈസ് മെഷേർഡ് ബൈ. ദ സൈസ് ഓഫ് എ ഫ്ലൂയിഡ് ഈസ് മെഷേർഡ് ബൈ. ആൻസർ വരുന്നത് ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ് ആണ് കേട്ടോ. സൈസ് ഓഫ് എ ഫ്ലൂയിഡ് ഈസ് മെഷേർഡ് ബൈ ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഈസ് ഹെഡഡ് ബൈ. ദ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഈസ് ഹെഡഡ് ബൈ. ആൻസർ വരുന്നത് ചീഫ് മിനിസ്റ്റർ ആണ് കേട്ടോ. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നാണ് പറഞ്ഞത് കേട്ടോ, നാഷണൽ അല്ല. അപ്പോൾ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റീസ് ഹെഡഡ് ബൈ ചീഫ് മിനിസ്റ്ററാണ് കേട്ടോ. ചീഫ് മിനിസ്റ്ററാണ്, മുഖ്യമന്ത്രിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ സ്റ്റെപ്സ് നീഡഡ് ടു ബി ടേക്കൺ ഫോർ എനി റിസ്ക് നാച്ചുറൽ ഓർ മാൻ മെയ്ഡ് ഡിസാസ്റ്റർ. ദ സ്റ്റെപ്സ് നീഡഡ് ടു ബി ടേക്കൺ ഫോർ എനി റിസ്ക് നാച്ചുറൽ ഓർ മാൻ മെയ്ഡ് ഡിസാസ്റ്റർ. ആൻസർ വരുന്നത് ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ് ആണ് കേട്ടോ. പ്രോപ്പർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, എ വെൽ പ്ലാൻഡ്, അവെയർനെസ് അമംഗ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. യുണൈറ്റഡ് നാഷൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീം UNDMT ഈസ് റെസ്പോൺസിബിൾ ഫോർ സോൾവിംഗ് പ്രോബ്ലം റിസൾട്ടിംഗ് ഫ്രം ഡിസാസ്റ്റേഴ്സ് ഇൻ. യുണൈറ്റഡ് നാഷൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീം UNDMT ഈസ് റെസ്പോൺസിബിൾ ഫോർ സോൾവിംഗ് പ്രോബ്ലം റിസൾട്ടിംഗ് ഫോർ ഡിസാസ്റ്റർ ഇൻ. എവിടെയാണെന്നാണ് ചോദിക്കുന്നത്? ഇൻ ഓൾ കൺട്രീസ് ആണ് കേട്ടോ. ഇൻ ഓൾ കോണ്ടിനെൻറ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ കോണ്ടിനെൻറ്റിലും എന്തുണ്ട്? യുണൈറ്റഡ് നാഷൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീമിന് റെസ്പോൺസിബിൾ ആണ്. നേരത്തെ വായിച്ചൊരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. വൾണറബിലിറ്റി അനാലിസിസ് കംസ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ? മിറ്റിഗേഷൻ ആണ് കേട്ടോ. വൾണറബിലിറ്റി അനാലിസിസ് കംസ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ? ആൻസർ വരുന്നത് മിറ്റിഗേഷൻ ആണ് കേട്ടോ. മിറ്റിഗേഷൻ ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. സ്പീഡ് കൂടുതലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് കഴിയാണ്. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.